എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആത്മവിശ്വാസം നൽകുന്ന തരത്തിലേക്ക് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും പറഞ്ഞു. ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഈ തുറമുഖത്തിന് 3 ഘട്ടം കൂടി പൂർത്തീകരിക്കാനുണ്ട്. വലിയ ഒരു തുക, ഇപ്പോൾ ചെലവഴിച്ചതിനേക്കാളും അധികം തുക ചെലവഴിക്കേണ്ടി വരും. അതിനാവശ്യമായ സാമ്പത്തിക കാര്യത്തിന് യാതൊരു തടസ്സവും വരില്ല എന്ന കാര്യം ഇവിടെ പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ തന്നെ 2300 കോടി രൂപ എന്ന് പറഞ്ഞാൽ അതൊരു അത്രയും തുക സംസ്ഥാന സർക്കാരിൻ്റെ ഗ്യാരണ്ടിയിൽ എടുക്കാൻ നേരത്തെ പറഞ്ഞ വിഴിഞ്ഞം വിസിൽ കമ്പനി തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഘട്ടങ്ങളുടെ മിക്കവാറും എല്ലാം പൂർത്തീകരിക്കാനൊരു തടസ്സവും വരില്ല. രണ്ടാമത്തെ അതുമായി ബന്ധപ്പെട്ടൊരു കാര്യം, വിഴിഞ്ഞം ഒരു തുറമുഖം ഇവിടെ വന്നതുകൊണ്ട് മാത്രം കേരളത്തിൻ്റെ ഭാവിയിൽ എല്ലാ കാര്യവും ആവില്ല എന്ന് നമുക്കെല്ലാം അറിയാം. ഇതിന് ചുറ്റുപാടും 10, 50, 100 കിലോമീറ്റർ വരുന്ന പ്രദേശത്ത് അടിസ്ഥാന സൗകര്യ വികസനം, കൂടുതൽ വ്യവസായ സ്ഥാപനങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ കൂടുതൽ വേണം, നല്ല റോഡുകൾ വേണം, അതുപോലെ തന്നെ ലോജിസ്റ്റിക്സ്, അങ്ങനെ എക്സ്പോർട്ട് പ്രൊമോഷനുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാപനങ്ങൾ, ഇതെല്ലാം വരുന്നതിനൊരു പദ്ധതി വിപുലമായി ഗവൺമെൻറ് തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ നടക്കുകയാണ്. റിംഗ് റോഡ് അടക്കമുള്ള കാര്യങ്ങൾ അതിൻ്റെ ഭാഗമാണ്. ഒരു 10,000 ഏക്കറെങ്കിലും ഏറ്റവും മിനിമം സ്ഥലം അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിവരും. സ്വകാര്യ പങ്കാളിത്തം വലിയ തോതിൽ ഈ കാര്യങ്ങൾക്ക് വേണ്ടിവരും. അതിനെല്ലാമുള്ള മുൻകൈയെടുത്ത് ഈ പദ്ധതിയെ അടുത്തൊരു 10 വർഷമാകുമ്പോഴേക്കും ഏറ്റവും വലിയ ചുറ്റുപാടുമുള്ള അടിസ്ഥാന സൗകര്യം, കൂടുതൽ തൊഴിലവസരങ്ങൾ, കൂടുതൽ എക്സ്പോർട്ട് പ്രൊമോഷൻ സൗകര്യങ്ങളെല്ലാമുള്ള വിപുലമായ ഒരു ബൃഹത് പദ്ധതിയാക്കുന്നതിനുള്ള പരിപാടികളുമായിട്ടാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നതെന്ന് നിങ്ങൾക്കറിയാം. അതും വളരെ നന്നായിട്ട് നടത്തുന്നതിന് എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരുമിച്ച് ചെയ്യാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ മന്ത്രിമാർക്കും വേണ്ടി അവരെല്ലാം പറഞ്ഞു. ഇനി ഈ കമ്മിറ്റിയിലുള്ളവർ അവർ കൂടി റെപ്രസെൻ്റ് ചെയ്ത് ഇത്രയും സന്തോഷകരമായൊരു ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.